എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കാം. പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം USSR 1929 പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം USSR. റഷ്യ 1929. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജോസഫ് പ്രീസ്ലി. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജോസഫ് പ്രീസ്ലി. സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, അതായത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ ആസൂത്രണം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. 7ാം പട്ടിക. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജോസഫ് പ്രീസ്ലി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. അടുത്ത് 1ാം പഞ്ചവത്സര പദ്ധതി. ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 തൊട്ട് 1956 വരെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് 1951. 1ാം പഞ്ചവത്സര പദ്ധതിക്ക് ആധാരമായത് ഹരോൾഡ് ഡോമർ മാതൃകയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, 2.1%. പക്ഷെ കൈവരിച്ചത് 3.6%. ജലസേചനം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയതാണ് 1ാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു. ഫക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഫക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണവും ആരംഭിച്ചത് 1952. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചത് 1953. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചത് 1953. 1ാം പഞ്ചവത്സര പദ്ധതി ആമുഖം തയ്യാറാക്കിയത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷിയും ജലസേചനമാണ്. ഇന്ത്യയിലെ പ്രധാന 5 IITകൾ നിലവിൽ വന്നത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IITകൾ നിലവിൽ വന്നത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബറിലാണ്. പ്രധാന ലക്ഷ്യം രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28. ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകിയതും ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത 2ാം പഞ്ചവത്സര പദ്ധതി വർഷം 1956 മുതൽ 1961 വരെയാണ്. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണിത്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക എന്ന് പറയുന്നത് മഹലനോബിസ് മാതൃകയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം 1956. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടനയാണ് 1956 വ്യവസായ നയ പ്രഖ്യാപനം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടനയാണ് 1956 വ്യവസായിക നയ പ്രഖ്യാപനം. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന വൻകിട ഇരുമ്പുരുക്ക് ശാലകളാണ് റൂർക്കേല, ദുർഗാപൂർ, ഭിലായ്. റൂർക്കേല ഒഡീഷയിലാണ്, ജർമ്മൻ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ദുർഗാപൂർ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ആണ്.
റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് 2. വളർച്ചാ നിരക്ക് 4.5, കൈവരിച്ചത് 4.27. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹ്ലനോബിസ് ആണ്, അതായത് പ്രശാന്ത് ചന്ദ്ര മഹ്ലനോബിസ് എന്ന് പറയപ്പെടുന്നു. താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.